വെറും 1500 രൂപയ്ക്ക് ഈ റൂമിലുള്ള ഈ 4 സ്വിച്ചിനെ നമ്മൾ മൊബൈലിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഓട്ടോമേഷൻ ചെയ്യാൻ പോവാണ്. ഈ സ്വിച്ചിൽ ഒരു ലൈറ്റ് ഉണ്ട്, കൂടാതെ ഒരു ഫാൻ ഉണ്ട്. ഇതും കൂടാതെ മറ്റൊരു ചെറിയ ലൈറ്റ്, സീറോ ബൾബ് എന്ന് പറയുന്ന ചെറിയ ലൈറ്റും, അതേപോലെ തന്നെ ഈ സ്വിച്ച് ബോർഡിൽ വരുന്ന ഈ ഒരു പ്ലഗും കൂടി ചേർത്ത് 4 സ്വിച്ചിനെ നമ്മൾ മൊബൈലിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് ഓട്ടോമേഷൻ ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ ഈ ഒരു ചെറിയൊരു മൊഡ്യൂളുണ്ട്, 4 ചാനൽ മൊഡ്യൂൾ, അത് ഈ സ്വിച്ച് ബോർഡിനകത്ത് വെക്കുകയാണ് ചെയ്യാം. അപ്പോൾ സ്വിച്ച് ബോർഡ് ഓപ്പൺ ആക്കിയിട്ട് ഈ 4 ചാനൽ സ്മാർട്ട് സ്വിച്ച് ഞാൻ ഇതിനുള്ളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി വിവരിച്ച് തരാം. ഈ സ്മാർട്ട് സ്വിച്ചിൽ വരുന്ന 5 വയർ കണക്ഷൻ ഉണ്ട്. അതിലൊന്ന് കോമൺ, 2 S1 S2 S3 S4 എന്ന് പറഞ്ഞു വരുന്ന 5 വയറുകൾ. അതിൽ കോമൺ എന്ന വയറ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വിച്ച് ബോർഡിൻ്റെ താഴ്ഭാഗത്തുള്ള അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ കോമൺ ആക്കിയിട്ട്, ഇപ്പോൾ ഈ കാണുന്ന വയറ് കോമൺ ആക്കി എല്ലാ സ്വിച്ചും കൂടി ചേർത്ത് കൊണ്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു. ബാക്കി വരുന്ന 4 വയറുകൾ S1 S2 S3 S4 എന്ന് പറയുന്നത് ആ സ്വിച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് കോമണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണക്ഷൻ കൊടുത്തു. ഓരോന്ന് S1 എന്ന് പറയുന്നത് ഒരു സ്വിച്ചിലും, S2 രണ്ടാമത്തെ സ്വിച്ചിലും, S3 S3 S4 നാലാമത്തെ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് സ്വിച്ച് ബോർഡിൽ വരുന്ന ഈ സ്വിച്ചിൽ നിന്നും നമ്മൾ ഈ സ്മാർട്ട് സ്വിച്ചിലെ 5 വയറിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. ഈ സ്വിച്ച് ബോർഡിലേക്ക് ഒരു ഫേസ് കണക്ഷൻ വരാൻ പാടില്ല. ഒരിക്കലും ഫേസ് കണക്ഷൻ സ്വിച്ച് ബോർഡിലെ സ്വിച്ചിൽ വരാൻ പാടില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഈ 5 വയറിൻ്റെ കണക്ഷൻ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ സ്വിച്ച് ബോർഡിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ കണക്ഷൻ അഴിച്ചെടുത്ത് അത് നമ്മൾ L1 L2 L3 L4, അതായത് ബൾബിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഫാനിലേക്ക് പോകുന്ന കണക്ഷൻ നമ്മൾ L1 L2, ഈ സ്മാർട്ട് സ്വിച്ചിൽ കാണുന്ന L1 L2 L3 L4 എന്ന ആ ഒരു കണക്ഷനിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ S1 S2 S3 S4 എന്ന കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഓരോ കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ ഊരിയെടുത്തിട്ട് നമ്മൾ L1 L2 L3 L4ലേക്ക് കണക്ട് ചെയ്യുന്നു. അവിടെയാണ് ആ ഊരിയെടുക്കുന്ന, അതായത് L1 L2 L3 L4ലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചെടുക്കുന്ന ആ ഓരോ പോയിന്റിലാണ് നമ്മൾ S1 S2 S3 S4 കണക്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ലൈനും ന്യൂട്രും, ഫേസും ന്യൂട്രും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കണക്ഷനാണ് ഇതിൽ വരുന്നത്. ഒരിക്കലും സ്വിച്ച് ബോർഡിലെ സ്വിച്ചിലേക്ക് ഫേസ് വരാൻ പാടില്ല. അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കണക്ഷൻ കൊടുത്ത് കംപ്ലീറ്റ് ആയി പവറെല്ലാം ഓൺ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ സ്മാർട്ട് സ്വിച്ചിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ബട്ടൺ, സൈഡിൽ വരുന്ന ആ ഒരു ചെറിയ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ആ സമയത്താണ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടത്. സ്മാർട്ട് ലൈഫ് എന്ന ആപ്ലിക്കേഷൻ മുൻപ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, രജിസ്റ്റർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ സ്മാർട്ട് ലൈഫ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. സ്മാർട്ട് ലൈഫ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ എന്തായിരിക്കണം, ഈ വീട്ടിലുള്ള അല്ലെങ്കിൽ ഈ സ്വിച്ച് ബോർഡ് ഇരിക്കുന്ന സ്ഥലത്തുള്ള വൈഫൈ ആയിട്ട് ഫോൺ കണക്റ്റ് ആയിരിക്കണം, ബ്ലൂടൂത്തും ഓൺ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷനിനകത്ത് പ്ലസ് ക്ലിക്ക് ചെയ്ത് ആഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ 4 ചാനൽ വൈഫൈ സ്വിച്ച് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേര് വരും. ആ പേര് സെലക്ട് ചെയ്യുക. തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത സ്റ്റെപ്പ് വൈഫൈൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വരും. അത് ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഡിവൈസ് മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ആഡായി. ഇപ്പോൾ 4 സ്വിച്ചുകൾ കാണിക്കുന്നത്, സ്വിച്ച് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 സ്വിച്ചുകൾ. ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം ബ്ലൂ ലൈറ്റ് കാണുന്നത് ഓണായ സമയത്തും ബ്ലൂ ഇല്ലാത്ത സമയത്ത് ഓഫായ ടൈമുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഓണും ഓഫും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈൽ ആപ്ലിക്കേഷനകത്ത് അറിയാൻ പറ്റും. ഏതാണ് ഓണ് ഏതാണ് ഓഫ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോന്നിനും സ്വിച്ച് 1 സ്വിച്ച് 2 സ്വിച്ച് 3 എന്നൊക്കെയാണ് പേര് കാണിക്കുന്നത്. നമുക്ക് ആ പേരെല്ലാം എഡിറ്റ് ചെയ്യാം. ഇത് ലൈറ്റിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ സ്വിച്ച് 2 എന്ന് അതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്വിച്ച് 2 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ബൾബ് എന്ന് കൊടുക്കാം. ബൾബ് എന്ന് കൊടുത്ത് സേവ് ചെയ്ത് ബൾബ് ഓണും
ഓഫും ആക്കാം. അപ്പോൾ ഓൺ ആകുന്ന സമയത്ത് ബ്ലൂ ലൈറ്റും, ഓഫ് ആകുന്ന സമയത്ത് ബ്ലാക്ക് കളറും. ഇനി ഫാന് വരുന്നത്, ഇത് ഫാനിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ സ്വിച്ച് ഓൺ എന്നത് പ്രസ് ചെയ്ത് പിടിക്കാം. നമുക്കതിൻ്റെ പേര് മാറ്റി കൊടുക്കാം. സ്വിച്ച് ഓൺ എന്ന പേര് മാറ്റിയിട്ട് ഫാൻ എന്നാക്കി കൊടുക്കാം. ഫാൻ എന്ന പേര് വരുന്നുണ്ട്. നമുക്ക് ഫാന് ഓൺ ഓഫ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ബൾബിൻ്റെ സീറോ ബൾബിൻ്റെ എന്ന് പറയുന്നത് പേര് മാറ്റാം. സ്വിച്ച് 3 എന്ന് വരുന്നത് സീറോ ബൾബ് എന്നാക്കി കൊടുക്കാം. സീറോ ബൾബ് തന്നെയല്ലേ പറയാം. പിന്നെ 4ാമത്തെ സ്വിച്ച് പ്ലഗാണ്. ആ പ്ലഗിൻ്റെത് മാറ്റിക്കും. ഇപ്പം 4 സ്വിച്ചുകൾ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് 4 ഒരുമിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ ആൾ ഓഫ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ഓഫ് ആവും. അതേപോലെ തന്നെ ആൾ ഓൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ഓൺ ആവുകയും ചെയ്യും. ഇപ്പം നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനകത്താണ് ഈ ഓണും ഓഫും കാണിച്ചത്. അപ്പം നിലവിലുണ്ടായിരുന്ന സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഓണും ഓഫും ചെയ്യാം. ആദ്യം ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ഓണും ഓഫും ആവും. അപ്പോൾ അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ സ്വിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ആപ്ലിക്കേഷനകത്ത് അത് ഓഫായിട്ട് കാണിക്കും. ഓഫാക്കുന്ന സമയത്ത് ഓഫാവും, ഓൺ ആണെങ്കിൽ ഓൺ കാണിക്കും. അതായത് സ്റ്റാറ്റസ്, നമ്മൾ സ്വിച്ച് ഓൺ ആണോ ഓഫാണോ എന്നുള്ളത് നമുക്ക് ആപ്ലിക്കേഷൻ വഴി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓണാണോ ഓഫാണോ. ഇപ്പോൾ ഫാന് ഓഫാക്കി, അതുകൊണ്ട് സ്വിച്ച് ഓഫാക്കിയ സമയത്ത് തന്നെ ആപ്ലിക്കേഷനകത്തും അത് ഓഫായിട്ട് വന്നു. സീറോ ബൾബിൻ്റെ സ്വിച്ച് ഓഫാക്കി, അപ്പോൾ അതേ സമയത്ത് ആപ്ലിക്കേഷനകത്ത് ഇത് ഓഫായിട്ട് കാണിച്ചു. പ്ലഗ് ഓഫാക്കുന്ന സമയത്ത് പ്ലഗിൻ്റെ അതും ഓഫായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മാനുവൽ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാലും നമ്മുടെ ആപ്ലിക്കേഷനകത്ത് അതിൻ്റെ സ്റ്റാറ്റസ് ഓണാണോ ഓഫാണോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്മാർട്ട് സ്വിച്ച് ആഡ് ചെയ്ത സമയത്ത് അവിടെ പേര് വന്നത് 4 ചാനൽ സ്മാർട്ട് സ്വിച്ച്, 4 ചാനൽ വൈഫൈ സ്മാർട്ട് സ്വിച്ച് എന്നൊക്കെയാണ് പേര് വന്നിരുന്നത്. അത് നമുക്ക് മാറ്റിയിട്ട് ബെഡ്റൂം എന്നാക്കി കൊടുക്കാം. അതായത് ബെഡ്റൂമിലുള്ള ലൈറ്റ്, ഫാന്, സീറോ ബൾബ്, പ്ലഗ്, അതാണല്ലോ നമ്മളിപ്പോൾ ആ സ്വിച്ചുകളാണല്ലോ ആഡ് ചെയ്തത്. അപ്പോൾ അതിനൊരു മെയിൻ പേര്, അത് ഏത് റൂമിലുള്ളതാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ബെഡ്റൂം എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ബെഡ്റൂം എന്ന് പേര് വരും. നമ്മൾ ഇതുപോലെ മറ്റുള്ള റൂമുകളിലൊക്കെ മൊഡ്യൂൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ, കിച്ചൺ, മറ്റുള്ള പേരുകൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇതേപോലെ വരും. അപ്പോൾ നമുക്ക് ഏത് റൂമിലെ ലൈറ്റാണോ ഓൺ ആക്കേണ്ടത് ഓഫ് ആക്കേണ്ടത് അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഓണും ഓഫും ആക്കാം. ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓണും ഓഫും ആക്കുന്ന സംഭവങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്കിത് ടൈം വെച്ചുകൊണ്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ വീടിന് പുറത്തേക്കുള്ള ലൈറ്റൊക്കെയാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രത്യേക ടൈമിൽ വൈകുന്നേരം 6 മണി മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 മണി 7 മണി വരെ വർക്ക് ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്ന ചില ലൈറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ വേണ്ടില്ല ഷെഡ്യൂൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ, ഇപ്പോൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ഓൺ ആക്കേണ്ട ടൈമും ഓഫ് ആക്കേണ്ട ടൈമും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈമിൽ ഓണും ഓഫും ആയിക്കോളും. നമ്മളിതിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ടൈം ആവുന്ന സമയത്ത് ആ ലൈറ്റോ ഫാനോ എന്തോ ആയിക്കോട്ടെ, എന്താണോ നമ്മൾ കണക്ഷൻ കൊടുത്തത് അത് ഓട്ടോമാറ്റിക്കലി ആ ടൈമിൽ ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ സെറ്റിങ്സിലെ റിലേ സ്റ്റാറ്റസ് എന്നത് മെമ്മറി എന്നാക്കി കൊടുക്കുക. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് പോയിട്ട് വരുമ്പോൾ ഇൻവെർട്ടറും ഇല്ല, KCBയുടെ കറണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ കറണ്ട് പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ അതേ അവസ്ഥയിൽ തന്നെ, അതായത് ഓൺ ആണെങ്കിൽ കറണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഓൺ ആവാൻ വേണ്ടിയിട്ടും, ഓഫ് ആയിരുന്നെങ്കിൽ കറണ്ട് വരുന്ന സമയത്ത് ഓഫ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെമ്മറി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ കൊറിയർ അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് വാങ്ങാം.